Hello dear students, welcome back to our classroom. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാനിഷിംഗ് പോയിന്റ് എന്താണ് എന്നുള്ളത് പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്രകലയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള രണ്ട് ക്ലാസ്സുകളാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നതും അതേപോലെ വാനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നതും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാനിഷിംഗ് പോയിന്റിനെ കുറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സിമ്പിളാണ്. പിന്നെ ഇത് രണ്ടും അറിയാതെ നിങ്ങൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിക്ചർ നന്നാവാൻ പോകുന്നില്ല. പിന്നെ ഇതറിയാതെ വരക്കുന്നത് കൊണ്ടാണ്, അതായത് പെർസ്പെക്റ്റീവ് ഒന്നും അറിയാതെ വരക്കുന്നത് കൊണ്ടാണ് മുന്നിലുള്ള ആ വസ്തുക്കൾ ചിലപ്പോൾ ചെറുതായിട്ടും ബാക്കിലുള്ള വസ്തുക്കൾ വലുതായിട്ടും നിങ്ങൾ ചിലപ്പോൾ അത് അസംബിൾ ചെയ്തിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ പല വലുപ്പത്തിൽ ബാക്കിലുള്ള വസ്തുക്കൾ അസംബിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പെർസ്പെക്റ്റീവ് എന്താ എന്നുള്ളത് അറിയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ 11ാമത്തെ ക്ലാസ്സാണ്. മറ്റുള്ള ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ കറക്റ്റ് ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഡ്രോയിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുമ്പത്തെ ക്ലാസ് ഏതെങ്കിലും നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തമ്പനയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഡേ 1, 2 എന്ന നമ്പർ ബേസിൽ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ എന്ന് പറഞ്ഞാൽ അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, അതായത് ഇത് തന്നെ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നമ്പർ ബേസിൽ കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ വീഡിയോ കാണാം. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ചിത്രകലയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത്. പെർസ്പെക്റ്റീവിനെ കുറിച്ച് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ അത്രയൊന്നും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഞാനിതിൽ വരക്കുന്ന പിക്ചേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കുക. അത് 1-2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകും. കാരണം പെർസ്പെക്റ്റീവ് മനസ്സിലാക്കി വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പെർസ്പെക്റ്റീവ് എന്നാൽ നോക്കുന്ന ആളിൻ്റെ കണ്ണിൽ നിന്നും അകലെയുള്ള വസ്തുക്കൾ കാഴ്ചയിലും നിറത്തിലും വലുപ്പത്തിലും മറ്റ് വിശദാംശങ്ങളിലും കുറവ് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നു. ഇതാണ് പെർസ്പെക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മളിവിടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻട്രലായിട്ടൊരു പോയിൻറ്റും ആ പോയിൻറ്റിനെ നമ്മൾ വാനിഷിംഗ് പോയിൻ്റായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ വാനിഷിംഗ് പോയിൻറ്റിനെ കുറിച്ചുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് പോയിട്ട് ആദ്യം കാണണം. വാനിഷിംഗ് പോയിൻ്റ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നമ്മുടെ ഇനിയുള്ള ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഡേ 10 എന്നുള്ള വീഡിയോ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെ ക്ലാസ് ഏതെങ്കിലും മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പെർസ്പെക്റ്റീവാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വാനിഷിംഗ് പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വാനിഷ് ചെയ്തുകൊണ്ട് ഒരുപാട് ലൈൻസുകൾ വരക്കുകയാണ്. ഈ ലൈൻസുകൾ വരക്കുമ്പോൾ ഉണ്ടല്ലോ, ലൈറ്റായിട്ട് വേണം കേട്ടോ വരക്കാനും. സാധാരണ ആർട്ട് ക്ലാസ്സിൽ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് സ്കെയിൽ യൂസ് ചെയ്യരുത്, റേസർ യൂസ് ചെയ്യരുത് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് പെർസ്പെക്റ്റീവ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കെയിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് അളവുകളും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ലൈൻസുകൾ വരച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ ഒരു പോയിന്റിലേക്കാണ് വാനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൽ നിന്നാണ് നമ്മുടെ റൂം ചെയ്യേണ്ടത്. ഇതിപ്പോൾ വാളാണ്, റൂമിൻ്റെ ചുമരുകൾ. അപ്പോൾ ഒരുപാട് ലൈൻസുകളുണ്ടല്ലോ, ആവശ്യമില്ലാത്ത ലൈൻസുകളൊക്കെ ലൈറ്റായിട്ടൊന്ന് മായ്ച്ചു കൊടുക്കുക കേട്ടോ. മൊത്തമായിട്ട് മായ്ക്കണ്ട, ലൈറ്റായിട്ടൊന്ന് മായ്ച്ചു കൊടുക്കുക, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചൊക്കെ മായ്ച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം നേരം വെളുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ സുബഹിക്ക് എണീക്കുമല്ലോ, അതായത് ഇപ്പോൾ നോമ്പൊക്കെയാണല്ലോ, അപ്പോൾ കിടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ റിംഗ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ വരച്ച് വെച്ചിട്ടുള്ള ഒരുപാട് ലൈൻസുകളുണ്ടല്ലോ, അതിൽ കുറേ ലൈൻസുകൾ ഞാൻ മായ്ച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മായ്ച്ച് കളയരുത് കേട്ടോ. പിന്നെ ലൈറ്റായിട്ട് മായ്ച്ചാൽ മതി. മൊത്തം മായ്ച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സോഫ വരക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സോഫയുടെ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭാഗം കുറച്ച് വലുതായിട്ടും ആ വാനിഷിംഗ് പോയിൻറ്റിലേക്ക് വാനിഷ് ചെയ്യുന്തോറും ആ ഭാഗം ചെറുതായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെപ്പോഴും വരക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റുന്നതാണ്. എന്താ പറയുക, ഈ ടേബിള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ആ വാനിഷിങ്ങിലേക്ക് പോകുമ്പോൾ ചെറുതായി വരുന്ന ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഇത് ഡ്രോയിങ്ങിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സബ്ജക്റ്റാണ്. BRക്ക് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിവിടെ സോഫ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ടേബിൾ വരച്ചു കൊടുക്കാം. ആ ടേബിൾ വരക്കുമ്പോഴും ആ വാനിഷിംഗ് പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് വീതി കൂടുതലാണ്, കണ്ടില്ലേ? വീതി കൂടുതലാണ്. അപ്പോൾ പോയിന്റിലേക്ക് വാനിഷ് ചെയ്യുന്തോറും വീതി കുറഞ്ഞതായിട്ട് കാണിക്കുന്നു. പക്ഷെ ഒരിക്കലും തന്നെ ഈ ഒരു ടേബിൾ രണ്ട് സൈഡും രണ്ട് അളവിലല്ല. അത് വാനിഷിലേക്ക്, അതായത് ആ പോയിന്റിലേക്ക് വാനിഷ് ചെയ്യുമ്പോൾ അത് നമുക്കങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ നിൽക്കുന്ന ഭാഗം നമുക്ക് വലുതായിട്ടും ദൂരേക്ക് പോകും തോറും അത് ചെറുതായി വന്നിട്ട് ഒരു പോയിന്റിൽ തട്ടി നിൽക്കുന്നതായി, അതായത് ടച്ച് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരിക്കലും തന്നെ ആ റോഡ് രണ്ട് ഭാഗവും രണ്ട് അളവിലല്ല. അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ ഈ ഒരു വാനിഷിംഗ് പോയിൻറ്റും പെർസ്പെക്റ്റീവൊക്കെ തെറ്റിപ്പോവും. പക്ഷേ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തൊക്കെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 1 പോയിൻ്റ് പെർസ്പെക്റ്റീവാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള 1-2 വീഡിയോ കൂടി ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും എന്ന് തോന്നുന്നു. കാരണം പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ കുറേ വർക്കുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു വീഡിയോ കൂടി, സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് വരുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. മറ്റത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മളിവിടെ പിക്ചറൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് ലൈൻസും കാര്യങ്ങളൊക്കെ മായ്ച്ച് കളയാം. സോറി, പിക്ചർ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മളെ വിൻഡോ കൂടി ചെയ്യാനുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഈ വിൻഡോ ചെയ്യുമ്പോഴേ ഈ വാനിഷിംഗ് പോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ ചെറുതായിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വലുതായിട്ടും കാണിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാനിഷിങ്ങിലേക്ക് പോകുന്തോറും ചെറുതായിട്ട് അങ്ങനെയാണ് കാണിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒബ്ജക്ട്സ് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്ക് ചെയ്തു തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുത്താം. ഇനിയും വിൻഡോസോ ഡോറോ അങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലേക്ക് ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിക്കട്ടെ. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.